ഹലോ, വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നൊരു കറി തന്നെയായിരിക്കും, പക്ഷേ ഇനി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റും വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് കഴിഞ്ഞിട്ട് 2 സവാളയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് തിക്ക് ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെയാണ് പച്ചമുളക് ചേർക്കുന്നത്. പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയാണ് കേട്ടോ കട്ട് ചെയ്തത് ചേർത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 തക്കാളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇത് ആക്ച്വലി വളരെ സിമ്പിളുമാണ്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. തക്കാളി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് അധികം പൊടികളൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് കേട്ടോ ചേർക്കുന്നത്. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് ആർക്കും. പിന്നെ ഇതിലേക്ക് അത് നമ്മൾ നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു പിടി തേങ്ങ, അധികം തേങ്ങയുടെ അളവ് കൂടിപ്പോകരുത്, ഒരു പിടി തേങ്ങ മാത്രം നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ട് അതും ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളം വേണോ അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കണം. എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് എത്ര വേണം എന്നുള്ളത് പാകത്തിന് ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. അതിൽ കിടന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം വാടി നന്നായിട്ട് വെന്ത് വരും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാവേ. ബായ്.